ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വരുമാനം ആരും പറഞ്ഞു കൊടുക്കാറില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 യൂട്യൂബ് ചാനലുകളാണ്. രണ്ടിനും ഒരേ പേര് തന്നെയാണ്. ഒന്നാമത്തെ പേര് ഇറ്റ്സ് മീ ഷാലൂസ് വോയിസ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വോയിസ് ഓവറുകളും മറ്റുള്ള കാര്യങ്ങളും ലൈവുകളും മറ്റുള്ളതാണ്. പിന്നെ ഇറ്റ്സ് മീ ഷാലൂസ് വോയിസ് 2 എന്ന് ഇല്ല, പക്ഷേ രണ്ടാമത്തെ ചാനലാണ്. അതിൽ ഞാൻ വ്ളോഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാനൽ 29,000-ഓളം വരുന്ന സബ്സ്ക്രൈബറുള്ള ചാനലിൽ ആദ്യത്തെ വരുമാനത്തെ പറ്റി സംസാരിക്കുക. എൻ്റെ ആദ്യത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ വരുമാനം. പിന്നെ ഇതിപ്പോൾ മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ കഴിയുമ്പം എനിക്ക് അതിനുള്ള ഇനിയും കൂടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു മന്ത്ലി എനിക്ക് കിട്ടുന്ന ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇനി സെക്കൻഡ് ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഈ കാണുന്ന ഇതും. അപ്പം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വോയിസ് ഓവർ അങ്ങനത്തെ ആയതുകൊണ്ട് എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ട് എല്ലാവരും അത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് മാഷാ അല്ലാ, താങ്ക് യു. പിന്നെ പെട്ടെന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ധാരണയിൽ ആരും യൂട്യൂബ് ചാനൽ തുടങ്ങണ്ട, കിട്ടൂല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുത്താൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പിന്നെ ബ്ലോഗാണ്. അതായത് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്നവനെതിരെയും റിഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ചാനൽ. രണ്ടും ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് സത്യം പറഞ്ഞാൽ മന്ത്ലി എനിക്ക് കിട്ടുന്ന വരുമാനം. എല്ലാ മാസവും ഇത് തന്നെ കിട്ടണം എന്ന് നിർബന്ധമല്ല. ചിലപ്പോൾ ഇതിലും കൂടുതലായിരിക്കും. എനിക്ക് ഫസ്റ്റ് സമയത്തൊക്കെ എൻ്റെ ചാനൽ സസ്പെൻഡ് ആകുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ രീതിയിലുള്ള എമൗണ്ട് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ആരോടും ഞാൻ എൻ്റെ വരുമാനം പൂഴ്ത്തി വെച്ചു കണ്ടില്ല. പിന്നെ ഇതൊന്നുമല്ല എൻ്റെ മെയിൻ കാരണങ്ങൾ. എനിക്ക് മെയിൻ 2 സ്ഥാപനങ്ങളുണ്ട്. അതാണ് ഈ കാണുന്ന പേരുള്ള 2 സ്ഥാപനങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നതും ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. എൻ്റെ കമ്പനിയാണ്. അപ്പോൾ അതാണ് മെയിൻ വരുമാനം. ഇത് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോയി നടക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റാ.